ശ്രീനാരായണ ധർമ്മസേവാ സംഘവും ശ്രീനാരായണ ഗ്രന്ഥശാല വായനശാലയും സംയുക്തമായി ശ്രീ നിത്യചൈതന്യ യതിയുടെ 100ാമത് ജന്മദിനം ആഘോഷിച്ചു. കാർത്തികപ്പള്ളി താലൂക്ക് ഗ്രന്ഥശാല സംഘം സെക്രട്ടറി CNN നമ്പി ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളുടെ വിവർത്തനം ഉൾപ്പെടെ 109ഓളം മലയാളം കൃതികൾ രചിക്കുകയും അത് പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത നിത്യ ചൈതന്യയതിയുടെ 100ാമത് ജന്മദിനമാണ് ശ്രീനാരായണ ഗ്രന്ഥശാല വായനശാലയുടെയും ശ്രീനാരായണ ധർമ്മസേവാ സംഘത്തിൻ്റെയും നേതൃത്വത്തിൽ ആഘോഷിച്ചത്. കാർത്തികപ്പള്ളി താലൂക്ക് ഗ്രന്ഥശാല സംഘം സെക്രട്ടറി CNN നമ്പി ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് R ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി സദാശിവൻ കണ്ണംകുളത്ത് സ്വാഗതം പറഞ്ഞു. വിശ്വകുമാർ, രാജമ്മ ആനന്ദൻ, രവീന്ദ്രനാഥക്കുറുപ്പ്, സുരേന്ദ്രൻ ദ്വാരക എന്നിവർ സംസാരിച്ചു. വളരെ ചെറിയ ഒരു കാലഘട്ടത്തിലാണ് യതി ജീവിച്ച് വളർന്നത്. 1924 സ്കൂളിങ്, കോളേജ് ലൈഫുകൾ, ജീവിതത്തിൽ മറ്റ് പൗരന്മാരൊക്കെ ആസ്വദിക്കുന്ന ജീവിത ചൈത്യകളൊന്നും തന്നെ വ്യാപകമായ നിലയിൽ നിത്യ ചൈതന്യ യതിക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം വീട് വിട്ടിറങ്ങുകയും സ്വന്തം അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഒട്ടേറെ പ്രദേശങ്ങൾ യാത്ര ചെയ്ത്, കയ്യിൽ ഒരു പൈസയുമില്ലാതെ ഒട്ടേറെ സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് ഒട്ടേറെ അനുഭവ സമ്പത്ത് കൈവരിച്ചുകൊണ്ടാണ് പൂർവാശ്രമത്തിൽ ജയചന്ദ്രൻ എന്ന പേരുള്ള ശ്രീ നിത്യ ചൈതന്യ യതി എന്ന മഹർഷി പൂജാതൻ. നോക്കൂ, ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രഥമ ശിഷ്യന്മാരിൽ ഒരാളായ നടരാജ ഗുരുവിൻ്റെ ശിഷ്യനായിട്ടാണ് നമ്മുടെ നിത്യ ചൈതന്യ യതി, നമ്മുടെ ഇന്നത്തെ കഥാനായകൻ, അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് കടക്കുന്നു.